വയനാട്ടിൽ ആളെക്കൊല്ലി കാട്ടാന ബേലൂർ മഗ്നയെ വെടിവെച്ച് പിടികൂടാനുള്ള ദൗത്യം 7ാം ദിവസവും തുടരുകയാണ്. പനവല്ലിയിലെ കാപ്പിത്തോട്ടത്തിലാണ് ഇപ്പോൾ ആനയുള്ളത്. കർണാടകയിൽ നിന്നുള്ള 25-അംഗ ടാസ്ക് ഫോഴ്സും ഡോക്ടർ അരുൺ സഖറിയയും ഇന്ന് ദൗത്യ സംഘത്തിനോടൊപ്പമുണ്ട്. മുബഷീർ പി അക്ബർ നമുക്കൊപ്പം ചേരുന്നു. മുബഷീർ, ഇന്നിപ്പോൾ ഈ ഡോക്ടർ അരുൺ സഖറിയയോട് സംസാരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? എന്താണ് ഈ ദൗത്യ സംഘം നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി? ആനയെ എവിടെയാണ് സ്പോട്ട് ചെയ്തിരിക്കുന്നത്? ജനവാസ മേഖലയിൽ നിന്ന് എത്ര അകലെയാണ്? ആൻഡ് വെരി ഗുഡ് മോർണിംഗ്. തണുപ്പ് എങ്ങനെയുണ്ട്? ഡോക്ടർ അരുൺകുമാർ, നല്ല തണുപ്പാണ്. വയനാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ച് വന്യമൃഗശല്യത്താൽ പുറത്തിറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. ആളെക്കൊല്ലിക്കാട്ടാന ബേലൂർ മഗ്നയെ 7 ദിവസം പിന്നിട്ടിട്ടും വനംവകുപ്പിന് പിടികൂടാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ഇന്നലെ കർണാടകയുടെ സഹായം കേരളം തേടിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കർണാടകയിൽ നിന്നുള്ള 25-അംഗ സംഘമെത്തി. അതോടൊപ്പം തന്നെ ഇത്തരം ദൗത്യങ്ങൾക്ക് പ്രശസ്തി നേടിയ അരുൺ സഖറിയും ഒരു ദൗത്യത്തോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. അല്പസമയം മുമ്പാണ് അദ്ദേഹം വയനാട് മാനന്തവാടിയിലെ ബേഗൂർ ഫോറസ്റ്റ് ഓഫീസിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. അദ്ദേഹവുമായി സംസാരിക്കാൻ നിലവിൽ സാധിച്ചിട്ടില്ല. നിലവിൽ അവിടെ DFO ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരുമായി ഒരു ചർച്ച നടത്തിയതിനു ശേഷം ദൗത്യം ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പ്രതികരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും അദ്ദേഹം ഉൾപ്പെടെ ഈ ഒരു സംഘത്തോടൊപ്പം അണിചേരുമ്പോൾ അതിവേഗത്തിൽ തന്നെ ഈ ഒരാളെ കൊല്ലി കാട്ടാനയെ പിടികൂടാൻ കഴിയുമെന്ന ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് വനപാലകർ ഉള്ളത്. സ്വാഭാവികമായും അദ്ദേഹം നേരത്തെ ഇത്തരത്തിൽ PT-7 ഉൾപ്പെടെയുള്ള നിരവധി ദൗത്യങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള വ്യക്തി കൂടിയാണ്. അല്പസമയം മുമ്പാണ് അദ്ദേഹം ബേഗൂരിലെ ഫോറസ്റ്റ് ഓഫീസിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. അവിടെ ഇപ്പോൾ ഈ ഒരു ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള ഒരു യോഗം ചേരുകയാണ്. ആ ഒരു ചർച്ചയ്ക്ക് ശേഷമായിരിക്കും ദൗത്യം ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാവുക. പ്രധാനമായും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആന വനത്തിനുള്ളിലൂടെ അതിവേഗത്തിൽ സഞ്ചരിക്കുന്നതാണ് ഈ ഒരു ദൗത്യത്തിന് പ്രധാന വെല്ലുവിളിയായി മാറുന്നത്. ഇന്നലെ ഉൾപ്പെടെ ഈ ഒരു ജനവാസ മേഖലയിൽ നിന്നും ഏകദേശം കിലോമീറ്ററുകൾ മാറി ഈ ഒരു പനവല്ലി വനമേഖലയിലായിരുന്നു ആനയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരുന്നത്. ഇന്ന് പുലർച്ചെയും അത്തരത്തിലുള്ള വിവരങ്ങൾ തന്നെയാണ് വനം വകുപ്പിന് ലഭിച്ചിരിക്കുന്നത്. പ്രധാനമായും ആനയോടൊപ്പമുള്ള ഈ ഒരു മോഴയാന കൃത്യമായും ഒരു തോൽപ്പട്ടി വനമേഖലയിലൂടെ സഞ്ചരിച്ച് പരിചയമുള്ള ആനയാണെന്നാണ് വനം വകുപ്പ് നൽകുന്ന വിവരം. ഈ ഒരു കൂടെയുള്ള മോഴയാനയാണ് ബേലൂർ മഗ്നയ്ക്ക് വഴി കാണിച്ചു കൊടുക്കുന്നതെന്നും ആ ഒരു വഴിയിലൂടെയാണ് ബേലൂർ മഗ്ന കടന്നു പോകുന്നതെന്നും മയക്കുവെടി സംഘം അടുത്തെത്തുന്ന ഘട്ടത്തിൽ ഇത്തരത്തിൽ കുറ്റിക്കാടുകൾക്കിടയിൽ ഒളിഞ്ഞു നിൽക്കുന്നതാണ് ദൗത്യത്തിൽ പ്രധാന തിരിച്ചടിയായി മാറുന്നതെന്നാണ് വനം വകുപ്പ് വ്യക്തമാക്കുന്നത്. ഇന്നലെ ഉൾപ്പെടെ ഇത്തരത്തിൽ കുന്നിൻ ചെരുവുകളിലേക്ക് ആന അതിവേഗത്തിൽ നീങ്ങിയതും ദൗത്യത്തിൽ പ്രധാന വെല്ലുവിളിയായി മാറിയിരുന്നു. എന്തായാലും ആ നിലയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കൂടെയുള്ള മോഴയാന തിരിച്ച് ദൗത്യ സംഘത്തിന് നേരെ പാഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യം ഉൾപ്പെടെ പ്രധാന വെല്ലുവിളിയായി നിലനിൽക്കുന്നുണ്ട്. സമതലം പോലെയുള്ള പ്രദേശങ്ങളിൽ എത്തിയാൽ മാത്രമേ മയക്കുവെടിക്കാൻ സാധിക്കൂ എന്നുള്ളതും മറ്റൊരു പ്രത്യേകത കൂടിയാണ്. എന്തായാലും ദൗത്യം 7 ദിനം പിന്നിടുമ്പോൾ ഇന്നും മയക്കുവെടി വെക്കാൻ സാധിച്ചില്ലെങ്കിൽ വലിയ പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് വലിയ പോലീസ് സന്നാഹത്തെ തന്നെയാണ് ഇവിടെ സജ്ജമാക്കിയിട്ടുള്ളത്. അരുൺ സഖറിയെ പോലെയുള്ള വിദഗ്ധരുടെ നേതൃത്വത്തിൽ തന്നെയായിരിക്കും ഇന്ന് ദൗത്യം മുന്നോട്ട് പോകുക. അതേസമയം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കർണാടക ബന്ദിപ്പൂരിൽ നിന്നുള്ള 22 വനപാലകരടങ്ങുന്ന വെറ്റിനറി ഡോക്ടർമാരടങ്ങുന്ന സംഘവും വയനാട്ടിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ആ ഒരു സംഘം 3 ടീമായി പിരിഞ്ഞുകൊണ്ടായിരിക്കും ഇന്ന് വനത്തിനുള്ളിൽ തിരച്ചിൽ നടത്തുക. നേരത്തെ ഇത്തരത്തിലുള്ള ദൗത്യങ്ങളിലൊക്കെ തന്നെ പങ്കെടുത്ത വിജയിപ്പിച്ചെടുത്ത പരിചയമുള്ള സംഘം കൂടിയാണ് കർണാടകയിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. നാട്ടുകാരെ സംബന്ധിച്ച് വലിയ പ്രതിഷേധം ഒരു ഭാഗത്ത് നിലനിൽക്കുന്നുണ്ട്. ബാവലി മേഖലയിൽ ഉൾപ്പെടെ ജനവാസ മേഖലയാണ്. മണ്ണുണ്ടി ജനവാസ മേഖലയോട് തൊട്ടടുത്ത വനത്തിനുള്ളിലൂടെയൊക്കെ തന്നെ ആന കടന്നു പോകുമ്പോൾ അതിനെ ഇനിയും തുരത്താത്തിനെതിരെ ജനങ്ങളിലും പ്രതിഷേധം ശക്തമാകുന്ന ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം പടമലയിൽ കടുവ ഇറങ്ങിയതും നമ്മൾ കണ്ടതാണ്. ആ ഒരു കടുവയെ പിടികൂടാത്ത സാഹചര്യമുണ്ട്. ഈ ഒരു അജീഷിനെ കൊലപ്പെടുത്തിയ ആ ഒരു മേഖലയിൽ തന്നെ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കുമ്പോൾ വനം വകുപ്പ് അത്രത്തോളം നിഷ്ക്രിയമാണെന്ന ആരോപണം ഇവിടെയുള്ള രാഷ്ട്രീയ സംഘടനകൾ ഉൾപ്പെടെ ഉന്നയിക്കുന്നുണ്ട്. കൂടാതെ വനം മന്ത്രി ഇപ്പോഴും ഈ ഒരു മേഖലയിലേക്ക് ഒരു സന്ദർശനം നടത്തിയില്ല എന്നുള്ളൊരു ആരോപണവും രാഷ്ട്രീയ സംഘടനകളൊക്കെ തന്നെ ഉന്നയിക്കുന്ന സാഹചര്യമുണ്ട്. എന്തായാലും കൃത്യമായ തയ്യാറെടുപ്പുകളോടെ വലിയ തയ്യാറെടുപ്പുകളോടുകൂടി ഡോക്ടർ അരുൺ സഖറിയുടെ നേതൃത്വത്തിലുള്ള ദൗത്യസംഘം കർണാടകയിൽ നിന്നുള്ള വനപാലകർ കൂടി അടങ്ങിയ ദൗത്യസംഘമാണ് വയനാട്ടിലേക്ക് എത്തുന്നത്. മുബഷീർ, ഒരു പ്രേക്ഷകൻ ഹരിദാസ് പറയുന്നു, റിപ്പോർട്ടേഴ്സിന്റെ സുരക്ഷ കൂടി ചാനൽ ശ്രദ്ധിക്കണം, വയനാട് വന്യമൃഗ കേന്ദ്രമാണ് എന്ന് പറയുന്നുണ്ട്. മാത്രവുമല്ല, മുബഷീർ നിൽക്കുന്ന സ്ഥലത്തിന് തൊട്ടടുത്താണ് 2 പുലി ഇറങ്ങിയത്. മറ്റൊരു മോഴയാന അടുത്ത് നിൽപ്പുണ്ട്, അത് ആക്രമകാരിയാണ് എന്ന് പറയുന്നു. ആനയുടെ ഒരു വലിയ സാധ്യതയുള്ള സ്ഥലത്തല്ലേ ഇപ്പോൾ നിൽക്കുന്നത്? ബാവലി ക്യാമ്പിന് സമീപത്താണോ ഇപ്പോൾ മുബഷീർ നിൽക്കുന്നത്? അരുൺകുമാർ, ഞാനിപ്പോൾ ബേഗൂർ ഫോറസ്റ്റ് സ്റ്റേഷന് തൊട്ടടുത്ത് ഇരുമ്പുപാലം മേഖലയിലാണ് നിൽക്കുന്നത്. ദൗത്യത്തിന്റെ 3-ാം ദിവസം ആനയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരുന്ന ഈ മേഖലയിലായിരുന്നു. നേരത്തെ അരുൺകുമാർ പറഞ്ഞതുപോലെ തന്നെ വന്യമൃഗശല്യം അതിരൂക്ഷമാണ്. ഞാൻ ഉൾപ്പെടെ താമസിക്കുന്ന നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി തുപ്പൂരും നമ്മുടെ ഡ്രൈവർ സുജിത്ത് ഉൾപ്പെടെയുള്ളവർ താമസിക്കുന്ന മേഖലയിലും ഇത്തരത്തിൽ കടുവയുടെ സാന്നിധ്യമൊക്കെ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. നേരത്തെ പുറത്തു വന്ന വിഷ്വൽസ് ഉൾപ്പെടെ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിനോട് ചേർന്നിട്ടുള്ള മേഖലയാണ്. നമ്മൾ ഉൾപ്പെടെ ആ ഒരു ഭീതിയിൽ തന്നെയാണ് ഇവിടെ കഴിയുന്നത്. അപ്പോൾ അത്രത്തോളം വർഷങ്ങളായി ഒരു ഭീതി അനുഭവിക്കുന്ന ജനങ്ങളുടെ അവസ്ഥ നമ്മൾ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അതുകൊണ്ട് തന്നെ
അവരുടെ വലിയൊരു ഒരു പ്രയാസത്തിന് അറുതി വരുത്താൻ പാകത്തിലുള്ള നീക്കങ്ങൾ തന്നെയാണ് അവർ ഉദ്യോഗസ്ഥരിൽ നിന്നും മുബഷീർ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം എത്ര കിലോമീറ്റർ അകലെയായിരിക്കും ഈ ബേലൂർ മഗ്ന ഉള്ളത്? തൊട്ടടുത്താണോ അതോ ഒരു 5 കിലോമീറ്റർ 6 കിലോമീറ്റർ അകലെയാണോ? ഏകദേശം ഒരു 6 കിലോമീറ്റർ അകലത്തിലാണ് ഇപ്പോൾ ബേലൂർ മഗ്നയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരിക്കുന്നത്. പനവല്ലി കാപ്പിത്തോട്ടങ്ങളിലാണ് ഇന്ന് ലേറ്റസ്റ്റ് ആയി ലഭിച്ച വിവരം പ്രകാരം ആനയുടെ സാന്നിധ്യമുള്ളത്. മോഴയാനയും കൂടെയുണ്ട്. 6 കിലോമീറ്റർ പരിധി, അതായത് എനിക്ക് ഈ പിൻഭാഗത്ത് കാണാം, ഈ ഒരു റോഡ് കടന്നു പോയി കഴിഞ്ഞാൽ ജനവാസ മേഖലയാണ്, ആളുകൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയാണ്. ഇരുമ്പുപാലം എന്നാണ് ഈ ഒരു പ്രദേശത്തിന്റെ പേര്. ഈ ഒരു റോഡ് നേരെ പോകുന്നത് തിരുനെല്ലി ഭാഗത്തേക്കാണ്. അവിടെ ഉൾപ്പെടെ ഇത്തരത്തിൽ കുതിരക്കോട് ഉൾപ്പെടെയുള്ള മേഖലകളിലും ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളൊക്കെ തന്നെയാണുള്ളത്. അത്തരം ജനവാസ മേഖലക്ക് തൊട്ടടുത്താണ് ബേലൂർ മഗ്ന കഴിഞ്ഞ 6 ദിവസമായി നിലയുറപ്പിക്കുന്നത്. ദൗത്യ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത്. കാരണം ഈ ജനവാസ മേഖലയ്ക്ക് തൊട്ടടുത്ത് വെച്ച് മയക്കുവെടി വെച്ചാൽ ഈ ഒരു ആന പ്രകോപിതയായി ഇത്തരത്തിൽ ജനവാസ മേഖലയിലേക്ക് ഓടി വരികയും അവിടെയുള്ള ആളുകളെ ഉൾപ്പെടെ ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട്. മോഴയാന ഇതുകൊണ്ട് തന്നെ അത്തരത്തിൽ അതീവ ആക്രമണ സ്വഭാവമുള്ള ആന ആ രീതിയിലുള്ള ആക്രമണങ്ങളൊക്കെ തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വനത്തിനുള്ളിലെ ഒരു സമതല പ്രദേശത്തിൽ വെച്ച് വെടിവെക്കാനുള്ള ശ്രമമാണ് ഈ ഒരു വനം വകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബേലൂർ മഗ്നയ്ക്കൊപ്പമുള്ള മോഴയാനയും അക്രമകാരിയാണ് എന്ന് പറയുമ്പോൾ ഒരു ആനയെ മാത്രമായിട്ട് വെടിവെച്ചു കൊണ്ടുവരലും ബുദ്ധിമുട്ടായിരിക്കും. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സൂചനകളുണ്ടോ? ഈ രണ്ടാമത്തെ മോഴയാനയും വെടിവെക്കാൻ തീരുമാനിക്കുന്നുണ്ടോ സർക്കാർ? നിലവിൽ ആ ഒരു വിഷയത്തിൽ ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം സർക്കാർ നടത്തിയിട്ടില്ല. ആ ഒരു കൂടെയുള്ള മോഴയാനയെ കുറിച്ച് കൃത്യമായി നമ്മുടെ സംസ്ഥാന വനം വകുപ്പ് ഉൾപ്പെടെ പഠിച്ചു വരികയാണ്. എന്നാൽ കർണാടക വനം വകുപ്പിൽ നിന്ന് ലഭിച്ച വിവരമാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. അതായത് ഈ ഒരു പനവല്ലി മേഖല, തോൽപ്പട്ടി വനമേഖലയിലൂടെയൊക്കെ തന്നെ സഞ്ചരിച്ച് പരിചയമുള്ള ആനയാണിത്. ഈ ഒരു ആനയാണ് ഇത്തരത്തിൽ ബേലൂർ മഗ്നയ്ക്ക് കൃത്യമായ വഴികൾ കാണിച്ചു കൊടുക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം പുറത്തു വന്ന CCTV ദൃശ്യങ്ങൾ നമുക്ക് കാണാം. മുൻപിലാണ് ആ ഒരു മോഴയാനയുള്ളത്. ആ ഒരു മോഴയാന കടന്നു പോകുന്ന മേഖലയിലൂടെയാണ് ബേലൂർ മഗ്നയും പിന്നാലെ കടന്നു വരുന്നത്. അത്തരത്തിൽ ഈ ഒരു വനത്തിനുള്ളിലൂടെ സഞ്ചരിച്ച് പരിചയമുള്ള ആന, ആ ഒരു ആനയാണ് കഴിഞ്ഞ ദിവസം ദൗത്യ സംഘത്തിന് നേരെ പാഞ്ഞെടുത്തു. സ്വാഭാവികമായും ആ ഒരു അക്രമകാരിയായ ആനയും ഈ ഒരു ദൗത്യത്തിൽ പ്രധാന ദുഷ്കരമായി മാറുന്നു എന്നുള്ളതാണ്. അരുൺകുമാർ, ഒരു പ്രേക്ഷകൻ പറയുന്നു ഇതിനെയൊക്കെ ഒന്ന് പിടിച്ചാൽ മതിയായിരുന്നു എന്ന് പറയുന്നുണ്ട്. മാത്രവുമല്ല ഈ ബേലൂരിനോടൊപ്പമുള്ള ബേലൂർ മഗ്നയ്ക്കൊപ്പമുള്ള മോഴയാനയുണ്ടല്ലോ, നമ്മൾ സാധാരണ മോഴയാന എന്നാണ് പേരിട്ട്, അതിന് പേരിട്ടിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ ബേലൂർ ബ്രദേഴ്സ് എന്ന് വിളിക്കാം. ഈ ബേലൂർ ബ്രദേഴ്സ് ഇപ്പോൾ വലിയ ആശങ്കയും ടെൻഷനും ഉണ്ടാക്കുന്നുണ്ട്. ഈ രണ്ടാനയും, ഈ മുമ്പിലുള്ള മോഴയാനയ്ക്ക് നാടൊക്കെ പരിചയമായതുകൊണ്ട് പുള്ളി വിളിച്ചുകൊണ്ട് പോവുകയാണ് ഈ ബേലൂർ മഗ്നയെ. ബേലൂർ മഗ്നയെ അങ്ങനെ ആ മോഴയാനയുടെ പിന്നാലെ പോകുന്നു. ആ രണ്ട് മോഴയാനകൾക്കും പിന്നാലെ നമ്മുടെ ദൗത്യ സംഘവും പോകുന്നു. കൃത്യമായ സ്ഥലത്ത് വെച്ച് അയാൾ ഡാർട്ട് ചെയ്യും. ഡാർട്ട് എന്ന് പറഞ്ഞാൽ മയക്കുവെടി വയ്ക്കുക, ഡാർട്ട് ചെയ്യും എന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. എന്തായാലും ഇന്ന് ഡോക്ടർ അരുൺ സഖറി അടക്കമുള്ളവർ, വെറ്റിനറി ഡോക്ടർമാർ ആ സ്ഥലത്തുണ്ട്. അവരടക്കം വലിയൊരു ദൗത്യമാണ് ഇന്ന് ഈ പനവല്ലിയിലെ കാപ്പിത്തോട്ടത്തിലേക്ക് പോവുക. ഇപ്പോൾ നമ്മളുടെ പ്രതിനിധി മുബഷീർ നിൽക്കുന്ന സ്ഥലത്തു നിന്ന് 6 കിലോമീറ്റർ അകലെയാണ് ഈ ബേലൂർ മഗ്നയെ സ്പോട്ട് ചെയ്തിരിക്കുന്നത്. കർണാടക അതിർത്തിയിലേക്ക് ഇതുവരെയും കടന്നിട്ടില്ല.